മന്ത്രി ജെ ചിഞ്ചുറാണി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദർശനങ്ങളിലേക്ക്. എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. മിൽമയ്ക്ക് അതിനുള്ള അധികാരവുമുണ്ട്. പക്ഷേ മിൽമ നമുക്കറിയാം കേരളത്തിൽ ഈ ഗവൺമെൻറ് കീഴിലുള്ളൊരു സ്ഥാപനമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് നമ്മെ കൂടി അറിയിക്കണം എന്നുള്ളത് അവരുടെ ചുമതലയാണ്. അതിലൊരു ചെറിയ വീഴ്ച അവർക്കുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പർ മിൽമയ്ക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഇന്ന് പാലിൻ്റെ വില വർദ്ധിപ്പിച്ച് ഉത്തരവ് ഇറങ്ങിയപ്പോൾ മിൽമ റിച്ച് പാല് പച്ച കവറിലുള്ളതാണ്. അതാണ് നമുക്കറിയാം 1 ലിറ്ററിന് 60 രൂപ. മുമ്പ് നമുക്കത് അറിയാം 58 രൂപയായിരുന്നു. അത് 60 രൂപയായിട്ട് അവർ വർദ്ധിപ്പിച്ചു. 2 രൂപ 1 ലിറ്ററിൻ്റെ പേർക്ക് അവർക്ക് വർധനവ് കൊണ്ടുവന്നു. എന്നാൽ അത് സർക്കാർ വിശദീകരണം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മിൽമയുടെ 3 മേഖലാ യൂണിയൻ ചെയർമാൻമാർ ഉൾപ്പെടെ മിൽമയുടെ MD ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഒരു യോഗം ഞങ്ങൾ അടിയന്തരമായിട്ട് വിളിച്ചു ചേർത്തിരുന്നു. കഴിഞ്ഞ 2022 നിങ്ങൾക്കൊക്കെ അറിയാം ഡിസംബർ 22-ന് പാലിൻ്റെ വില 6 രൂപയായിട്ട് ഞങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു. ആ 6 രൂപ കേരളത്തിൽ വർദ്ധിപ്പിക്കുമ്പോൾ അതിൽ 5 രൂപ 2 പൈസയും ചെന്ന് ചേരുന്നത് നമ്മുടെ കേരളത്തിലെ ക്ഷീര കർഷകർക്കാണ്. അവർക്കാണ് അതിലെ ഭൂരിപക്ഷവും അതിൻ്റെ ഫണ്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ആ നിലയിലാണ് കേരളത്തിൽ മിൽമ തന്നെ വില വർദ്ധിപ്പിച്ചപ്പോൾ നമ്മളും കൂടെ ഇടപെട്ടുകൊണ്ട് കേരളത്തിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ വകുപ്പ് ഇടപെട്ടുകൊണ്ട് ആ തുക എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയി. അന്ന് നമ്മുടെ മിൽമ റിച്ച് പാലിന് ഏകദേശം നമുക്കറിയാം അന്ന് 6 രൂപ കൂട്ടിയിരുന്നു. ആ 6 രൂപ കൂട്ടിയത് കൊണ്ട് ഇത്തവണ മിൽമ പറഞ്ഞു ഞങ്ങളത് ചോദ്യം ചെയ്തു. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ വില വർദ്ധിപ്പിച്ചു. ആ റിച്ച് പാലിനും നമ്മൾ വില വർദ്ധിപ്പിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും റിച്ച് പാലിൻ്റെ വില ക്രമാതീതമായി കൂട്ടിയ 2 രൂപ പിൻവലിക്കണമെന്ന് പറഞ്ഞു. അത് മിൽമ പിൻവലിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം സ്റ്റാൻഡർഡൈസ് മിൽക്കുണ്ട് മിൽമ റിച്ച് പാല് മാത്രമല്ല. അപ്പോൾ അത്തരത്തിലുള്ള മറ്റൊരു പാലുണ്ട് മിൽമ സ്മാർട്ട്. അതിന് 24 രൂപ ആയിരുന്നു. അത് 25 രൂപയായിട്ട് 1/2 ലിറ്ററിന് അവർ വർദ്ധിപ്പിച്ചു. അപ്പോൾ 1 ലിറ്ററിന് നമുക്കറിയാം 2 രൂപ അതിനും വർദ്ധിക്കുകയാണ്. പക്ഷെ അതിൽ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ വില വർദ്ധിപ്പിച്ചപ്പോൾ അവർ 4 രൂപ മാത്രമേ വർദ്ധിപ്പിച്ചിരുന്നു. അതിൻ്റെ കണക്കുകൾ ഞങ്ങൾ മുഴുവൻ എടുത്തു. അപ്പോൾ 4 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ നമുക്കറിയാം അവർക്ക് ഒരേ തരത്തിൽ അത് കൊണ്ടെത്തിക്കണം. ഇന്ന് അതിൽ ഈ ഡബിൾ ടോൺ മിൽക്കിനമായ മിൽമ സ്മാർട്ടിൻ്റെ വില ലിറ്ററിന് 2 രൂപ കൂട്ടിയപ്പം അത് ഏകീകരിക്കുവാൻ വേണ്ടിയിട്ട് അത് 6 രൂപയാക്കി. അത് മാത്രം മാറ്റി മറ്റേ വർദ്ധിപ്പിച്ച 2 രൂപ ഞങ്ങൾ പിൻവലിച്ചു. അത് മിൽമ തന്നെ അവർ നമ്മളോടൊപ്പം ഗവൺമെൻറ്റിനോടൊപ്പം വന്ന് നിന്നുകൊണ്ട് വകുപ്പുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു ചർച്ച നടത്തുകയും ആ ചർച്ചയിലൂടെ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ തുടരുമെന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ ഈ വർദ്ധിപ്പിക്കണം 6 രൂപ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് 4 രൂപ മാത്രമേ അതിന് വർദ്ധിപ്പിച്ചിരുന്നുള്ളൂ. ഇപ്പം നമുക്കറിയാം മിൽമ പുതിയ മോഡലിൽ ഒരേ കവറിൽ ഒരേ രുചിയിൽ ഒരേ വിലയിൽ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത് ഏകീകരിച്ച് കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മൾ ആ 6 രൂപ അന്ന് വർദ്ധിപ്പിച്ച 6 രൂപയുടെ 2 രൂപയും കൂടെ ഇന്ന് വർധനവ് വരുത്തി. അല്ല, അതിന് സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഏത് സാധനങ്ങളും കേരളത്തിൻ്റെ കമ്പോളങ്ങളിൽ കൊണ്ട് ഇറക്കുമതി ചെയ്യുവാനുള്ള അനുമതി കേന്ദ്ര ഗവൺമെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ കേരളത്തിലേക്ക് ഏത് ഭക്ഷ്യവസ്തു എന്ത് സാധനമായാലും കൊണ്ടിറക്കുന്നതിനകത്ത് ചോദ്യം ചെയ്യാൻ ഗവൺമെൻറ്റിന് ഒന്നും പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നന്ദിനിയല്ല, ചിലപ്പോൾ അമുല് ഇതൊക്കെ വന്നെന്നിരിക്കും. പക്ഷേ കേരളത്തിൽ മിൽമ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള വലിയ ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ക്ഷീര കർഷകരെ സഹായിക്കുന്ന ഒരു ഗവൺമെൻറ്റായിട്ട് കേരളം വരികയും പാലുൽപാദന രംഗത്ത് മെച്ചമായ നിലയ്ക്ക് കേരളത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള വലിയ പരിശ്രമമാണ് വകുപ്പ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിൽമയുടെ വില വർധനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഇന്ന് അടിയന്തരമായി യോഗം കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു വിഭാഗം പാലിന് കൂട്ടിയ ആ നിരക്ക് കുറച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം